അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ 12ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചു. ഈ പരിശുദ്ധ മാസം നാം ഓർക്കപ്പെടേണ്ട ഒരു പ്രധാന ഘടകമാണ് സക്കാത്ത് എന്നുള്ളത്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ഒന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, എന്താണ് ദീൻ, എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ തുഖീമസ്സലാ വ തുഅതിയ സക്കാ വ തസൂമ റമളാൻ. ആ തുഅതിയ സക്കാത്ത് നമ്മുടെ ഒരു നിർബന്ധമായ കർത്തവ്യമാണ്. പലരും നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ, നോമ്പിൽ ശ്രദ്ധിക്കുന്നത് പോലെ സക്കാത്തിൽ നാം ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് വലിയൊരു അപകടമായ മെസ്സേജാണ്. സക്കാത്ത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് പാവപ്പെട്ടവന് നൽകാൻ വേണ്ടി അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. ഇന്ന് ഒരുവിധ ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും ആളുകൾ പറഞ്ഞു കൊടുക്കാത്തതുമാണ് സക്കാത്ത്. എന്തുകൊണ്ടാണ്? അത് സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്നതാണ്, സ്വന്തം സമ്പത്തിനെ വേദനിപ്പിക്കുന്നതാണ് എന്നതുകൊണ്ട് പല ആളുകളും അതിനെ മറച്ചു വെക്കുന്നു. ഒരിക്കലും അരുത്. സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, 2.5% പാവപ്പെട്ടവൻ്റെ അവകാശമാണ് എന്ന് നമ്മളെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച മുതലുകൾ മുഴുവനും നിങ്ങൾക്ക് തന്നെ അത് തീയിനാലുള്ള മാലകളായി ചാർത്തപ്പെടുമെന്നാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരും മുഴുവൻ സഹോദരിമാരും അവരുടെ സക്കാത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. സ്വർണത്തിലുള്ള സക്കാത്ത് നാം കണ്ടെത്തി അതിൻ്റെ കണക്കനുസരിച്ച് പാവപ്പെട്ടവൻ്റെ അവകാശമാണെന്ന് മനസ്സിലാക്കി അത് നാം നൽകുക. നമ്മുടെ കച്ചവടത്തിൻ്റെ സക്കാത്ത്, നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്തായ ഫിത്ർ സക്കാത്ത്, ഇതെല്ലാം നാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നൽകേണ്ട ഒന്നാണ്. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. നമ്മുടെ ശ്രദ്ധ അതിലുണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സക്കാത്തിനെ കണക്കനുസരിച്ച് പാവങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.